ഇനി ആരെ നോക്കി നിൽക്കണം നിങ്ങൾ ശരിക്കും? ഇനി എന്ത് കാത്തിരിക്കുകയാണ്? ദിവസങ്ങളാകെ 60ഓളം ദിവസങ്ങൾ മാത്രം. ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാം, ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായതാണ്. ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഒറ്റ വാക്കിൽ പറഞ്ഞത് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും. എന്നിട്ടും നിങ്ങൾ ഇത്രയും നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങൾ ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ശരിക്കും? നിങ്ങളെ വന്നിട്ട് ആരെങ്കിലും സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കൂടെ? എടാ, അത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നത്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അടപടലം മാറാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല ഇതിൻ്റെ നിലപ്പ്. നമ്മൾ ചോദ്യപേപ്പർ ചോർച്ച അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അതിൻ്റെ മൂലം തന്നെ ആ പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനിയും പഴയ പോലെ ക്വസ്റ്റ്യൻ വരുമെന്ന്? ഇനിയും പഴയ പോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങിയതുപോലെ ഞങ്ങൾക്കും PYQ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളിതിനെ കൃത്യമായി വിലയിരുത്തി. ഓരോ ടീച്ചേഴ്സും അടുത്ത ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തു. ബൂസ്റ്റർ ബാച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ ബൂസ്റ്റർ ബാച്ചിലേക്കുള്ള റെക്കോർഡിംഗ് ഏകദേശം 90% ഞങ്ങൾ കഴിഞ്ഞു. പക്ഷേ തുടക്കം മുതൽ മാറ്റിയെടുക്കണം റെക്കോർഡിംഗ്. ബൂസ്റ്റർ ബാച്ചിലേക്ക് ഞങ്ങൾ എടുത്ത റെക്കോർഡിംഗ് ഇവിടെ എടുത്ത ഓരോ ടീച്ചേഴ്സും മാറ്റിയെടുക്കുകയാണ്. കാരണം എക്സാമിൻ്റെ പാറ്റേൺ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതേ രീതിയിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. മുൻകാല വർഷങ്ങളിൽ കഴിഞ്ഞുപോയ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അത്രത്തോളം മാറിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, വെറും 60 ദിവസം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് വെച്ച് നിങ്ങൾക്ക് പബ്ലിക് എക്സാം എത്രത്തോളം പഠിച്ച് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും? നല്ലൊരു മാർക്ക് വാങ്ങിയാലാണ് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്തേ ഇത്ര നിസ്സാരവൽക്കരിക്കുന്നു? ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഒഴിവാക്കി വിടുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിസ്സാരവൽക്കരിച്ച് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറും 2499 രൂപയ്ക്ക് നമ്മളൊരു ക്രാഷ് ബാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന 28-ാം തീയതി. വെറും 2499 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു 2 ദിവസത്തെ ട്രിപ്പ് പോകാൻ വേണ്ടി മാറ്റിവെച്ച പൈസയായിരിക്കാം, മാറ്റിവെച്ചതിലെ പോയ പൈസയായിരിക്കാം. പക്ഷെ ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ മാക്സിമം ചേഞ്ച് വരുത്താനുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പൈസ മാത്രമാണ്. ഇനിയും നിങ്ങൾ ഇത്രയും നിസ്സാരവൽക്കരിച്ച് ഇയാൾ എന്താണ് ഈ പറയുന്നത് ഒഴിവാക്കി വിട്ടേക്കെന്ന് വിചാരിക്കുന്നുണ്ടോ? കാര്യമില്ല മക്കളെ. ഇനി നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഖേദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഖേദിച്ചു പോകും. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എജുപോർട്ടിൻ്റെ പുതിയ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് തരികയാണ്. എല്ലാ വിഷയത്തിൻ്റെയും കറക്റ്റ് ക്വസ്റ്റ്യൻ മാറിയ പാറ്റേൺ വെച്ചിട്ടുള്ള കൃത്യമായ ക്വസ്റ്റ്യൻസ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നമ്മൾ തരുന്നുണ്ട്. മെൻറ്റർഷിപ്പ്, കൃത്യമായ മെൻറ്റർഷിപ്പ്, കൃത്യമായ ഡൗട്ട് ക്ലിയറൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങളുടെ വേണ്ടപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങളുടെ മെസ്സേജിനായി കാതോർത്ത് നിൽക്കുന്നുണ്ട്. മക്കളെ, ഇനി സമയം കളയാനില്ല. നമുക്ക് ബൂസ്റ്റർ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് വഴി നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കൃത്യമായി നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എങ്ങനെയാണ് സാറേ ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇനി നിസ്സാരവൽക്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സാറ് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്, എജുപോർട്ടിന് വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഞാൻ മനസ്സിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഈ 2499 രൂപ നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇത് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. ഈ അടച്ച പണം നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജോയിൻ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് എജുപോർട്ട് നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒരാളും ഇതിൻ്റെ പേരിൽ നട്ടം തിരിയുന്ന ഒരു അവസ്ഥ വരരുത്. മക്കളെ, നമ്മളൊരു കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ
ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് വായിക്കുക. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇൻസ്ട്രക്ഷൻ വായിക്കണം. പെട്ടെന്ന് കയറി നിങ്ങൾ പണം മടക്കേണ്ട. നിങ്ങൾ ഇൻസ്ട്രക്ഷൻ വായിച്ചോളൂ. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ സഹദ് എന്ന് നെയിം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമെയിൽ ഐ ഡി, ഒരു ജസ്റ്റ് നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ. ഞാനിവിടെ എക്സാമ്പിളായിട്ട് hello@gmail.com എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കൃത്യമായ മൊബൈൽ നമ്പർ അടിക്കണം. ഈ മൊബൈൽ നമ്പർ വെച്ചായിരിക്കും നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ നിങ്ങളിപ്പം വീഡിയോ കാണുന്ന ഫോണിൽ ഈ ഒരു ആപ്പ് ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ GPayയോ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഫോൺ ഉപയോഗിക്കുക. നിങ്ങൾ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ +1 ആണോ +2 ആണോ നോക്കും. +1 ആണോ +2, ജസ്റ്റ് ഒരു +1 ആണെങ്കിൽ +1 ക്ലിക്ക് ചെയ്യുക. സ്ട്രീം ഏതാണ്, കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ? കൊമേഴ്സ് സ്ട്രീം ചെയ്തു. നിങ്ങൾക്ക് പിന്നെ പേ ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ കാണിക്കും. കൃത്യമായിട്ട് പേയ്മെൻറ്റ് അടക്കും. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംശയം തീർക്കാതിരിക്കരുത്. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സംശയ നിവാരണങ്ങളും നമ്മൾ നടത്തിത്തരും. മക്കളെ, ഇനിയും വൈകിപ്പിക്കരുത്. ഇത് എൻ്റെ വേദന കൊണ്ട് പറയാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ഇനിയും നിങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾ ഖേദിക്കും. എല്ലാവരും ഹയർ സ്റ്റഡീസിന് പോകുന്ന അന്ന് നിങ്ങൾ മാത്രം വീട്ടിലിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, ഈ 2499 രൂപ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന എമൗണ്ട് ആണോ, അതോ എൻ്റെ ജീവിതം നിർണ്ണയിക്കാൻ പോകുന്ന ഒരു ഘടകമാണോ? സെറ്റാക്കാം, ഹാപ്പിയാവാം.